ഹലോ. തലേന്ന് രാത്രി അരിമ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആദ്യം വന്ന് നോക്കുന്നത് ഇത് തന്നെയായിരിക്കും അല്ലേ? ഇത് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷവും സമാധാനവുമാണ്. ഇനി ഒട്ടും താമസിക്കാതെ ചൂടായ അപ്പച്ചട്ടിയിലോട്ട് മാവൊഴിക്കുന്നു. കുമിളകൾ വരുന്നു. അതടച്ചു വെക്കുന്നു. മിനിറ്റുകൾക്ക് ശേഷം തുറക്കുന്നു, എടുക്കുന്നു. ആഹാ, സ്വാദിഷ്ടമായ നല്ല സോഫ്റ്റ് പാലപ്പം റെഡിയായി. ഈ പ്രക്രിയ അവിടെ നടക്കുന്നതിനോടൊപ്പം തന്നെ കടലക്കറി അങ്ങ് റെഡിയാക്കി. ഇന്ന് രാവിലത്തേക്ക് അപ്പവും കടലയാണേ. പിന്നെ ഇത് നമ്മുടെ പറമ്പിലുണ്ടായ എൻ്റെ സ്വന്തം വള്ളിപ്പയറാണേ. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉച്ചക്കത്തേക്ക് ഒരു പയറും മെഴുക്കുരട്ടി അങ്ങ് സെറ്റാക്കി. പച്ചക്കറിത്തോട്ടത്തിൻ്റെ വീഡിയോ പിന്നീട് കാണിക്കാം കേട്ടോ. ഇന്ന് അയലമീനാണ് കിട്ടിയത്. മഴയില്ലാത്തതുകൊണ്ട് തന്നെ വെളിയിലിരുന്നാണ് മീൻ വെട്ടിയത്. അതെൻ്റെ പൂച്ചക്കുട്ടിക്ക് എളുപ്പമായി. പാവം, ഞാൻ ഇനി അടുക്കളയിൽ നിന്ന് പോകുന്നത് വരെ അവൻ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് 2 അയല വറുത്തതും മുളകിട്ട് അയലക്കറി വെച്ചതും റെഡിയാക്കി. കടലക്കറിയും പയറും മെഴുക്കുരട്ടിയും മീൻ മുളകിട്ടതും മീൻ വറുത്തതുമാണ് ഇന്നത്തെ ഇവിടുത്തെ കറികൾ. അങ്ങനെ ഞാനും വൈശൂട്ടിനും ഒരംഗവും കഴിഞ്ഞ് റെഡിയായി. ഈ ബൈ ബൈ പറഞ്ഞു പോകുന്നത് നഴ്സറിയിലോട്ടല്ലാട്ടോ, ഹോമിയോയിലോട്ടാണേ. എവിടെയെങ്കിലും എക്സ്ട്രാ പോകണമെങ്കിലാണല്ലോ ഇവിടെ അംഗം നടക്കുന്നത്. ആൾക്ക് ചെറുതായിട്ട് മൂക്കൊലിപ്പ്, ചുമ, കഫക്കെട്ട് എന്നീ അസ്കതികൾ ഉള്ളതുകൊണ്ട് തുടക്കത്തിലെ അങ്ങ് കാണിക്കാമെന്ന് വെച്ചു. പുള്ളിക്കാരിയുടെ ഇരുതിയൊക്കെ കണ്ടാൽ പാർക്കിലാണെന്ന് തോന്നും. അല്ല, ആൾക്കിവിടെ അങ്ങനെയൊക്കെ തന്നെ കണ്ടുല്ലോ. അപ്പോൾ ഓക്കെ, ബായ്.